അടുക്കളയിൽ കാണേണ്ട അടുക്കളയിൽ ബെഡ്റൂമിൽ സ്വകാര്യതയിൽ നമ്മൾ ചെയ്യേണ്ടതല്ല. പരസ്യമായിട്ട് ക്രോസ് ആയിട്ട് ഒരു പ്രത്യേകമായ സംവിധാനത്തിലും മൈക്കും ക്യാമറയും ഫിറ്റ് ചെയ്ത് അകത്തളങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പുറം ലോകത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ആഭാസതരത്തിന്റെ കോമാളിത്തരത്തിന്റെ കേളിയായി മാറിയ ബിഗ് ബോസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ മുസ്ലിം പെണ്ണ് എന്തുകൊണ്ടാ സഞ്ചരിക്കുന്നതെന്നറിയോ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ പ്രതിഷ്ഠിക്കപ്പെടാത്തത് കൊണ്ടാ. അവരുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഖുർആൻ ചലനം സൃഷ്ടിക്കാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാണ് പെങ്ങളെ അതിന്റെ പിന്നാലെ ഞാനും നിങ്ങളും പരക്കം പായുന്നത്? പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ കൂടെ ഇരുത്തിയിട്ട് അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുടുചുംബനങ്ങൾ കൊടുക്കുന്നത്, അവിടെയും ഇവിടെയും തൊടുകയും സ്പർശിക്കുകയും അതുപോലെ ദർശിക്കുകയും ചെയ്യുന്നത്, മോശമായ കമന്റുകൾ പാസാക്കുന്നത്, ആഭാസതരങ്ങൾ കോമാളിത്തരങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മഗ്രിബിന്റെയും ഇശാഇന്റെയും പരിപാവനമായ സമയത്തിന്റെ ഇടയിൽ മുസ്ലിം പെണ്ണിനെ ത്രസിച്ചു കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അടക്കമുള്ള നാണംകെട്ട പരിപാടികളിൽ മുസ്ലിം പെണ്ണ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നറിയോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന്റെ കാണികളായി അനുവാചകരായി മാറുന്നതെന്നറിയോ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ ഇറങ്ങാത്തത് കൊണ്ടാ. പുറന്തോടാകുന്ന കൽബിൽ ഖുർആൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിലാകുന്ന നെഞ്ചകത്തേക്ക് ഖുർആൻ ഇറങ്ങി വന്നിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ ഖുർആനിനെ കൊണ്ടുവെക്കേണ്ടത് നെഞ്ചിന്റെ ഉള്ളാകുന്ന ഫുആദിലാണ്. അവിടെയാണ് ഖുർആൻ ചലനം സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ ഖുർആനിനെ ഉള്ളിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഇവോൺ റിട്ടലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, ഫാത്തിമ ശബരിമലയെ പോലെ, മലയാളത്തിന്റെ മധുരനാരങ്ങ മാധവിക്കുട്ടി എന്ന കമലാസുരയെ പോലെ, കേശീവനെന്ന യൂസുഫുൽ ഇസ്ലാമിനെ പോലെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചകത്ത് സ്വീകരിക്കാൻ ആവാഹിക്കാനും ആ ഖുർആനിനെ വശീകരിക്കാനും ഖുർആനിനെ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞത് വിശുദ്ധ ഖുർആനിനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇരുത്താനുള്ളവരുടെ വ്യഗ്രതയാണ്. അതുകൊണ്ടല്ലേ യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായ മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം പറ്റിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി ക്യാറ്റ്സീവൻ, ആ ക്യാറ്റ്സീവനെ നടന്നു പോകുമ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. ആ കേട്ട മാത്രയിലെ ക്യാറ്റ്സീവനെ ചിന്തിക്കുകയാണ്, ഏറ്റവും വലിയ സംഗീതം ഇത് തന്നെയല്ലേ, ഏറ്റവും നല്ല സംഗീതം ഇതല്ലേ? ആരാ ചിന്തിക്കുന്നത്? യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയാണ് ക്യാറ്റ്സീവൻ. മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം വാങ്ങിയിട്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന ക്യാറ്റ്സീവൻ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതല്ലേ ഏറ്റവും വലിയ സംഗീതം? ഈ സംഗീതത്തെക്കാൾ എന്റെ സംഗീതത്തിന് എന്ത് വിലയാ ഉള്ളത്? അയാൾ എങ്ങനെ ചിന്തിച്ചു? അദ്ദേഹം ഖുർആനെ പഠിക്കാതെ ഖുർആൻ പഠിച്ച് ഫാത്തിഹ പഠിച്ചു, ബഖറ പഠിച്ചു, ആലു ഇംറാൻ പഠിച്ചു, നിസാ പഠിച്ചു, മാഇദ പഠിച്ചു, അൻആം പഠിച്ചു, അറാബ് പഠിച്ചു, അൻഫാൽ പഠിച്ചു, യൂനുസ് പഠിച്ചു, ഹൂദ് പഠിച്ചു, യൂസുഫ് എന്ന അധ്യായമെത്തി. ഖുർആനിനെ ഇങ്ങനെ പഠിച്ച് ക്യാറ്റ്സീവൻ എന്ന് പറയുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാനം നൽകിയപ്പോൾ അദ്ദേഹത്തിനെ വല്ലാതെ അദ്ദേഹത്തിന്റെ നെഞ്ചകത്തെ പിടിച്ചുലുക്കിയ ഒരു അധ്യായമായിരുന്നു സൂറത്ത് യൂസുഫ്. ആ സൂറത്ത് യൂസുഫിന്റെ പ്രത്യേകത അറിയുമോ? എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും വ്യത്യസ്ത അധ്യായങ്ങളിൽ കിടക്കുകയാണ്. ഖസസില്, അംബിയയില്, ബഖറയില് ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് ഓരോ ചരിത്രങ്ങളും. പക്ഷേ ഒരേ ഒരു പ്രവാചകന്റെ ചരിത്രം എ ടു സെഡ് ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നത് യൂസുഫ് നബിയുടെ ചരിത്രം മാത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാം തർത്തീബായി ക്രമീകരിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏക ചരിത്രം മഹാനായ സൗന്ദര്യത്തിന്റെ പ്രതീകം സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ ചരിത്രമാണ്. മാത്രമല്ല ആ അധ്യായത്തിന് ആ പ്രവാചകന്റെ പേര് തന്നെ അല്ലാഹു തആല കൊടുത്തു, സൂറത്ത് യൂസുഫ്. തീരുന്നില്ല. ഖുർആനിലെ ഏറ്റവും നല്ല ചരിത്രം ആരുടെ ചരിത്രമാണ്? ആദം നബിയുടേതാ, നൂഹ് നബിയുടേതാ, ലൂത്ത് നബിയുടേതാണോ, മൂസാ നബിയുടേതാണോ, ഈസാ നബിയുടേതാണോ? നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണോ?
അല്ല. വിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചരിത്രം എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയ ചരിത്രം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നുണ്ട്, ഭരണാധികാരികളുടെ നീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പറ്റി പറയുന്നുണ്ട്, ഒരു നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ പ്രേമത്തെ പറ്റി പറയുന്നുണ്ട്, അധികാരത്തെ പറ്റി പറയുന്നുണ്ട്, കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, സെഹറിനെ പറ്റി പറയുന്നുണ്ട്, കണ്ണേറിനെ പറ്റി പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫ് മാത്രം ചർച്ച ചെയ്താൽ ഒരു കൊല്ലം സംസാരിക്കാൻ മാത്രം പ്രവിശാലമായ ചരിത്രത്തിന്റെ ഒരു വലിയ പുസ്തകമാണ് സൂറത്ത് യൂസുഫ്. മനസ്സിലാക്കണം, ആ സൂറത്ത് യൂസുഫ് എന്ന അധ്യായം ഏറ്റവും നല്ല ചരിത്രം എന്ന് അല്ലാഹു കൊടുത്തു. ക്യാറ്റ്സീവൻ എന്ന ലക്ഷക്കണക്കിന് രൂപ മാസാമാസം ശമ്പളം വാങ്ങിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി സൂറത്ത് യൂസുഫ് പഠിച്ചിട്ട് ഒരു നിമിഷം ചിന്തിച്ചത് എങ്ങനെയെന്നറിയോ? ഞാൻ യൂറോപ്പിലെ സംഗീത ലോകത്തെ വിൽപ്പന ചരക്കായിരുന്നല്ലോ, ഞാനും ഒരു അടിമയായിരുന്നു, സംഗീത ലോകത്തിന്റെ അടിമ. യൂസുഫ് നബിയും ഒരു അടിമയായിരുന്നു, മിസ്രിലെ ചന്തയിലെ മാർക്കറ്റിലെ ഒരു അടിമ. അങ്ങനെ യൂസുഫ് നബിയുടെ ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയസ്പൃക്കായി അത് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് അതിങ്ങനെ മനസ്സിൽ ഉറച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരുമാറ്റം നടത്തി. ഏത് പേരുമാറ്റം നടത്തിയതാണ്? സുൽത്താൻ ബത്തേരിക്ക് മറ്റേതെങ്കിലും പേര് കൊടുക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. രാജ്യത്തിന്റെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്ക് പേരുമാറ്റം നടത്തുന്നത് പോലെ എളുപ്പമല്ല. രാജ്യത്തിന്റെ ആദരിക്കപ്പെടേണ്ട വലിയ വലിയ രാജ്യത്തിന്റെ യശസ്സുയർത്തുന്ന ഏറ്റവും മനോഹരമായ ലോകാത്ഭുതങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പല കേന്ദ്രങ്ങളുടെയും പേര് നിഷ്പ്രയാസം മാറ്റാൻ പറ്റുന്നത് പോലെ എളുപ്പമല്ല. തന്റെ മാതാവും പിതാവും തനിക്കിട്ട് തന്ന, താൻ ഏതൊരു അഡ്രസ്സിലാണോ അറിയപ്പെട്ടത്, താൻ ഏതൊരു പേരിലാണോ നാളിതുവരെ അറിയപ്പെട്ടത്, ആ പേര് മാറ്റുന്നു. ക്യാറ്റ്സീവൻ എന്ന പേര് മാറ്റിയിട്ട് ആ യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി അദ്ദേഹത്തിന് സ്വയം നൽകിയ പേര്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഹഠാതാകർഷിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിട്ടു. അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം. ഇന്ന് നിങ്ങൾ ചെന്നിട്ട് ഇന്റർനെറ്റിൽ നിങ്ങളൊന്ന് പരിശോധന നടത്തി, രാത്രി കിടക്കും മുമ്പ് ഗൂഗിളിൽ ഒരു പരിശോധന നടത്തി, ക്യാറ്റ്സീവൻ എന്നോ യൂസുഫുൽ ഇസ്ലാം എന്നോ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. അദ്ദേഹം ഖുർആനിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംഗീതം നിങ്ങൾക്ക്, ഖുർആനാണ് ഏറ്റവും വലിയ സംഗീതം, ബാങ്ക് വിളിയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഗീതമെന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ അദ്ദേഹത്തിന് പോലും വിശുദ്ധ ഖുർആൻ ചലനം സൃഷ്ടിച്ചത് എന്തിന്റെ പേരിലാണ്? അദ്ദേഹത്തിന്റെ ഖുർആൻ അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥാനം കൊടുത്തത് കൽബെന്ന പുറന്തോടിലല്ല, അകത്തുള്ള സദറിലല്ല, അതിന്റെയും ഉള്ളിലുള്ള ഫുആദിലാണ് അദ്ദേഹം ഖുർആനിന് സ്ഥാനം നൽകിയത്. അങ്ങനെ സ്ഥാനം നൽകിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ കാണുന്നത് പിന്നെ ഖുർആനാവും, നമ്മൾ കേൾക്കുന്നത് പിന്നെ ഖുർആനാവും, നമ്മൾ പറയുന്നത് പിന്നെ ഖുർആനാവും. അതിനല്ലേ നമ്മളെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത്? ഇതൊന്നും ചെയ്യാതെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ മൻ ഇമാമുക്കാന്ന് ചോദിച്ചാൽ മഹലിലെ ഖതീബിന്റെ പേര് പറ, ഇടി 10 അധികം കിട്ടും. ഇടി 10 അധികം കിട്ടും. ഖതീബിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ നാളെ പരലോകത്ത് ഒരു ഖതീബും വരൂല നമ്മളെ പിടിക്കാൻ, ഒരു നേതാവും വരൂല നമ്മളെ പിടിക്കാൻ. നമ്മുടെ കൈ പിടിക്കാൻ വേണ്ടി വരുന്നത്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വരുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ നമുക്ക് രക്ഷപ്പെടേണ്ട ഖബറിലും പരലോകത്തും അതിന് നമ്മൾ എന്തു വേണം? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ഉറപ്പിക്കണം. അതിന് ഖുർആനിന് നമ്മൾ നല്ല ഇരിപ്പിടം കൊടുക്കണം. അത് പുറന്തോളാകുന്ന കൽബിൽ കൊടുത്താൽ പോരാ, തൊട്ടടുത്ത സ്ഥലമായ സദറിൽ കൊടുത്താൽ പോരാ, അവിടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിച്ച് ഇതിലെന്താ ഖുർആന്റെ സമീപനം? ഇലക്ഷൻ വന്നു, എന്താ ഖുർആൻ പറയുന്നത്? തൊട്ടപ്പുറത്തുള്ള എന്റെ അയൽവാസി എന്നെ ഉപദ്രവിച്ചു, എന്താ ഖുർആൻ അതിന്റെ സമീപനം? എന്റെ ഉമ്മ എന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണ്, എന്താ ഖുർആൻ പറഞ്ഞത്? എന്റെ വാപ്പ ഈ അടുത്ത സമയത്തല്ലേ, 2 ദിവസം മുമ്പാണ്
ഏതോ ഒരു മകൻ സ്വത്തെഴുതി കൊടുക്കുന്നതിന് ഒരു പിതാവിനെ മർദ്ദിക്കുന്നൊരു വീഡിയോ. സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ പറ്റില്ല. മദ്യവും കഞ്ചാവും ഉള്ളവനല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാത്തവന് ഇത് കാണാനും പറ്റൂല. കാരണം അത്രയും ഗുരുതരമായ മർദ്ദിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഒരു പിതാവിനെ ഒരു മകൻ വന്നിട്ട് മർദ്ദിക്കുന്നു, മുഖത്താഞ്ഞാഞ്ഞടിക്കുന്നു, നയാഗ്ര പോലെ മൂക്കിൽ നിന്ന് മണ്ട പൊട്ടിയിട്ട് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ വന്ന ആ പ്രിയപ്പെട്ട പിതാവിനെ സംരക്ഷിക്കുന്നു, സുരക്ഷാ വലയം തീർക്കുന്നു. ആ സമയത്ത് ഓടിക്കൊണ്ട് അവരെ തള്ളി മാറ്റിയിട്ട് ആ മകൻ വന്ന് വീണ്ടും അച്ഛനെ പിതാവിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഖുർആനിനെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തീരുമാനിക്കും ഇതെന്താ ഖുർആന്റെ നിലപാട്, ഇതെന്താ ഖുർആനിന്റെ സമീപനം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇനി ഞാനൊരു കാര്യം പറയാ, പ്രിയപ്പെട്ടവരെ, ഖുർആന് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പുറന്തോടിലാണ്. ഹൃദയത്തിന്റെ ഭിത്തിക്ക് പുറത്താ നമ്മൾ സ്ഥാനം കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ മോശമായി കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആരാണ് വരുന്നതെന്നറിയോ? സാക്ഷാൽ വലീദ് ഇബ്നു മുഗീറ. എന്നെ കേൾക്കാൻ താനാൾ ഊരിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരേങ്ങത്തം എന്ന് പറയുന്ന പ്രദേശത്ത് SYS-ന്റെയും SKSSF-ന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ സംഘടിപ്പിച്ച ഈ മജ്ലിസുൻ നൂറിന്റെ സ്വലാത്ത് വാർഷികത്തിന്റെ പരിപാടിയിൽ എന്നെ കേൾക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വന്നതാരാണ്? വലീദ് ഇബ്നു മുഗീറയാണ് വന്നത്. ആരാണ് വലീദ് ഇബ്നു മുഗീറ എന്നറിയോ? ഉണർന്നിരുന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. വലീദ് ഇബ്നു മുഗീറ ആരാണ്? സമസ്തയുടെ മെമ്പറല്ല, മുശാവറ മെമ്പറല്ല, സമസ്തയുടെ മുഫത്തിസല്ല, സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല, സ്വതറല്ല, പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, വിദ്യാർത്ഥിയുടെ പിതാവല്ല, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഘടനയുടെ സാധാരണ മെമ്പറല്ല. ആരാണ് വലീദ് ഇബ്നു മുഗീറ എന്നറിയോ? ഖുർആനിന്റെ ശത്രുവാണ്, റസൂലുള്ളാഹിന്റെ ശത്രുവാണ്, ഖുർആൻ നശിപ്പിക്കണമെന്ന് മുറവിളി കൂട്ടുന്നവനാ. അല്ലാഹു അല്ലാത്ത 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി കച്ചകെട്ടിയവനാണ്. ഈ വലീദ് ഇബ്നു മുഗീറ മുത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാ. റസൂലുള്ളാഹിനെ നന്നാക്കാൻ വേണ്ടി വലീദ് ഇബ്നു മുഗീറ പോയതാണ്. പക്ഷെ റസൂലുള്ളാഹി ഖുർആൻ അങ്ങ് ഓതിക്കൊടുക്കുകയാ. ഈ ഖുർആൻ ഓതിക്കൊടുത്തപ്പോ വലീദ് ഇബ്നു മുഗീറയുടെ മുഖം വല്ലാതെ പ്രകാശിക്കുകയാ. വലീദ് ഇബ്നു മുഗീറയുടെ മുഖം വല്ലാതെ വിവരണമാവുകയാ. വലീദ് ഇബ്നു മുഗീറ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. വഴിയിൽ വെച്ച് കണ്ടു ആരാ? സാക്ഷാൽ അബൂജഹല്. അബൂജഹല് ഓടി വന്നിട്ട് ചോദിക്കുന്നു, വലീദേ നീ എവിടെയാ പോയത്? ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. എന്താ നീ അവിടെ ചെന്നിട്ട് സംഭവിച്ചത്? മുഹമ്മദ് ഖുർആൻ ഓതി എന്നെ കേൾപ്പിച്ചു. എന്താ നിന്റെ നിലപാട്? ഖുർആൻ എന്ന് പറയുന്നത് അവനെ നിർമ്മിച്ചതല്ലേ, മനുഷ്യ നിർമ്മിതമല്ലേ? ആ സമയത്ത് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ചിന്തിക്കണേ. വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, അല്ല, എത്ര വശ്യമാണ് മുഹമ്മദ് ഓതിയത്. ഇതൊരു മനുഷ്യന്റെ നിർമ്മിതിയല്ല, ഇതൊരു മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതല്ല. ഇത് ദൈവീകം തന്നെയാണ്, വേദഗ്രന്ഥം തന്നെയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, സംശയമില്ല. ആ സമയത്ത് അബൂജഹൽ അവിടെ നിന്ന് മാറുകയാ. വലീദ് ഇബ്നു മുഗീറ എന്തോ ഒരു മാസ്മരിക ലോകത്തേക്ക് അതളക്കപ്പെട്ടതുപോലെ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാ. മറ്റൊരവസരത്തിൽ വീണ്ടും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ആരെന്നറിയോ? ശത്രുക്കളിൽ ഏറ്റവും വലിയ നേതാവായ ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹിന്റെ മുന്നിൽ വരികയാ. ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാരും വരുമ്പോ ചെയ്യുന്നത് പോലെ ഖുർആൻ ഓതുകയാ. ആ സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅ ഹാമീ സജദ എന്ന അധ്യായം ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ വായിൽ കയറി പൊട്ടിപ്പിടിക്കുകയാ. അരുത് മുഹമ്മദേ, ഇനി ഖുർആൻ ഓതല്ല മുഹമ്മദ്, ഇനി ഓതരുത് മുഹമ്മദ്. എന്റെ മനസ്സെന്തോ പതറുകയാണ്, എന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുകയാ. അതുകൊണ്ട് ഓതരുത് മുഹമ്മദേ, ഹൃദയം ഇടിപ്പ് കൂടുകയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഉത്ബത്ത് ബിൻ റബീഅ അവിടെ
നിന്ന് ഇറങ്ങി പോവുകയാ. വഴിയിൽ കാത്തു നിന്നിട്ട് അബൂജഹൽ പിന്നാലെ പോയി. എന്നിട്ട് ചോദിച്ചു, ഉത്ബത്തെ എന്താ നിന്റെ നിലപാട് ഖുർആനിനെ പറ്റിയിട്ട്? ആ സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅയുടെ മറുപടി എന്തെന്നറിയോ? അത് മനുഷ്യ നിർമ്മിതിയല്ല, അത് ദൈവീകം തന്നെ. അത് അള്ളാഹു നിർമ്മിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം തന്നെയാ. ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമല്ല. അബൂജഹൽ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാ. വലീദ് ബിൻ മുഗീറയെ പോലെ ഉത്ബത്ത് ബിൻ റബീഅയും വീട്ടിലേക്ക് മടങ്ങുകയാ. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരിമാര്, ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങള്, ഇസ്ലാമിന്റെ ശത്രുവായ, ഖുർആനിന്റെ ശത്രുവായ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശത്രുവായ വലീദ് ബിൻ മുഗീറയും ഉത്ബത്ത് ബിൻ റബീഅയും ഖുർആനെ കേട്ടപ്പോ മാനസാന്തരം വരികയാ. ചോദിക്കട്ടെ, 5 വയസ്സെത്തിയപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് അലിഫും ആദ്യാക്ഷരം എഴുതിയിട്ട് അദബ് പഠിപ്പിച്ച് അല്ലാഹയെ പരിചയപ്പെടുത്തി. റസൂലുള്ളാഹിനെ പഠിച്ച് 15 വയസ്സ് വരെ മദ്രസയിൽ പഠിച്ചു. അമലിയാത്ത് പഠിച്ചു, ഫിഖ്ഹ് പഠിച്ചു, ദീനിയാത്ത് പഠിച്ചു, അഖീദ പഠിച്ചു, എല്ലാം പഠിച്ച ഹദീസുകൾ പഠിച്ചു, ഖുർആൻ പഠിച്ചു. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരാ, വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ മനസ്സിനകത്ത് വല്ലാത്ത ഏതെങ്കിലും നിലയിലുള്ള വികാരം വരുന്നുണ്ടോ? മനസ്സിനകത്ത് എപ്പോഴെങ്കിലും ഖുർആൻ കേൾക്കുമ്പോ നമുക്ക് ചലനം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഖുർആൻ കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ ശത്രുവായ വലീദ് ബിൻ മുഗീറയ്ക്ക് തോന്നാത്തത്, അതുപോലെ ഉത്ബത്ത് ബിൻ റബീഅയ്ക്ക് തോന്നാത്തത് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് വലിയ സ്വാധീനം ചെലുത്തപ്പെടാതെ പോയത് എന്തുകൊണ്ടാ? അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് വരെ ഖുർആനിനെ പതിറ്റിച്ചില്ല. ഇന്ന് വരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഖുർആൻ നമ്മുടെ സ്വാധീനം ചെലുത്തിയിട്ടില്ല. വലീദ് ബിൻ മുഗീറ എന്ന ശത്രു ഖുർആൻ കേട്ടത് ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ടാ. അതുപോലെ ഉത്ബത്ത് ബിൻ റബീഅ ഖുർആൻ കേട്ടത് ഹൃദയത്തിന്റെ ഭിത്തിക്കുള്ളിലുള്ള ആ സദറും ഫുആദും കൊണ്ടാ കേട്ടത്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത ചാട്ടം വന്നത്. അതുകൊണ്ടാണ് അവർ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ചോദിക്കട്ടെ പെങ്ങളെ, എത്രയോ ഖുർആനുകൾ കേട്ടു, എന്തേ മനസ്സ് മാറാത്തത്? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹു പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കണമെന്ന്. ഇവിടെ മജ്ലിസുൻ നൂർ ഓതിയല്ലോ. ആരാ ബദരീങ്ങളും ഇവിടുന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ കുറഞ്ഞ വാക്കിൽ പറഞ്ഞല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് കേട്ടപ്പോ ജീവിതവും ജീവനും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി 16 ദിവസക്കാലം നോമ്പ് പിടിച്ചിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17ാമത്തെ പകലില് പരിശുദ്ധമായ ബദർ എന്ന വ്യാപാരമേള നടക്കുന്ന സ്ഥലത്തേക്ക് വാളുകളില്ലാതെ, പരിചകളില്ലാതെ, പടയങ്കികളില്ലാതെ, പടക്കോപ്പുകളില്ലാതെ അള്ളാന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിലിറങ്ങാൻ ധീരമുജാഹിദുകളായ ബദരീങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്തിന്റെ പേരിലാ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ പടച്ചവൻ ഉള്ളത് കൊണ്ടാ. വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ചലനം സൃഷ്ടിച്ചത് കൊണ്ടാ. റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദഗിരി ഫീ ഹിമ്മത്തിൻ ബൽ സാരത്തുൻ കുബറാ. ബദരീങ്ങൾ അവരാണ് നമ്മുടെ നേതാക്കന്മാർ, അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര്. നമ്മുടെ നേതാക്കന്മാരാരാണ്? നമ്മുടെ നേതാക്കന്മാര് പൊളിറ്റിക്കൽ നേതാക്കന്മാര് വേറെ ഉണ്ടാവും, ആത്മീയ സംഘടനകളിൽ നേതാക്കന്മാരുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ നേതാക്കന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖൽബ് കഴിഞ്ഞ്, സ്വദർ കഴിഞ്ഞ്, ഫുആദ് എന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ, നെഞ്ചിന്റെ ഉള്ളിൽ അല്ലാഹുവും അവന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പരിശുദ്ധ ദീനും ഇടം പിടിച്ചത് കൊണ്ടാണ് അവർ പട്ടിണി കിടന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവരെ സ്മരിക്കുന്നത്.
അതുകൊണ്ടാണ് നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടും ഈ കൊച്ചു കേരളത്തിന്റെ താനാളൂരിലെ ഈ പറയുന്ന പരീങ്ങത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ മജ്‌ലിസുന്നൂറിൽ ഇത്രയും നേരം ഇവിടെ ഓതിയത് മഹാരഥന്മാരായ 313 സഹാബത്തിന്റെ പേരാ. ആ പേര് പറഞ്ഞിട്ട് നമ്മൾ തർളിയത്ത് ചൊല്ലി അവരെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്തു. പരിശുദ്ധമായ ഈ സദസ്സിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു അവസ്ഥയിൽ ഇന്നലകളിൽ അല്ല, മഗ്‌രിബിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന ഈ മണ്ണിന്റെ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ മണ്ണാണിത്. ആ മണ്ണ് ഇത്രയും മനോഹരമായത് നമ്മുടെ പ്രിയപ്പെട്ട ബദരീങ്ങൾ എന്ന് പറയുന്ന നേതാക്കന്മാരിലൂടെയാണ്. എന്താ അവർക്ക് ഇത്രയും സ്വീകാര്യതയുണ്ടായത്? അവര് അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിനെയും പരിശുദ്ധ ദീനിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നെഞ്ചിന്റെ പുറന്തോടാകുന്ന കൽബിലല്ല, അതിന്റെ അകത്ത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വദറിലുമല്ല, മറിച്ച് ഓരോ നിമിഷവും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തലപുകഞ്ഞാലോചിക്കുക എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിന്റെ ഉള്ളിലിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ച് അവരവരുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഖുർആനിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അവരെക്കാലവും സ്മരിക്കപ്പെടുന്നവരായി മാറിയത്. നമ്മളും മരിച്ചാൽ ഏതെങ്കിലും പട്ടികൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടോ? എന്താ കാര്യം? നമ്മൾ ഖുർആന്റെ ആളുകളാണ്. ഇപ്പോഴും നമ്മൾ ഖുർആന്റെ ആളുകളാണ്. പക്ഷേ ഈ ഖുർആനും നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണ്? ഖബറിൽ ചെന്നിട്ട് ഇമാം ആരെന്ന് ചോദിക്കുമ്പോ ഖുർആനാണ് ഇമാം എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? അതിന് കഴിയണ്ടേ? അതിന് നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നെഞ്ചിന്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആനെ ഇരുത്തിക്കോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആകാശത്തിൽ നിന്നാണ് ഖുർആനിനെ അള്ളാഹു ഇറക്കിയതെന്ന് പറഞ്ഞല്ലോ. ആകാശത്തിൽ നിന്നാണ് ഖുർആനിനെ അള്ളാഹു ഇറക്കിയതെന്ന് പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, മഴയും ആകാശത്തിൽ നിന്നാ പടച്ചോൻ പെയ്യിപ്പിക്കുന്നത്. മഴയില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സഹോദരിമാരും വീശിയായിരിക്കുന്നത്. എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ അങ്ങാനും ദുആ ചെയ്ത് പിരിഞ്ഞാൽ എത്ര സന്തോഷത്തോടെ തിരിച്ചു പോകും. അത്രയും അവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. ശക്തമായ ചൂട്, കഠിനമായ ചൂട്. ഈ ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇപ്പൊ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ കൊതിക്കാനൊന്നും മഴ പെയ്യാൻ. രാത്രി ഏത് പകലേതെന്നറിയാതെ ചൂട്, രാത്രി ഏത് പകലേതെന്ന് അറിയാതെ ചൂട്. ആ ചൂട് ഇങ്ങനെ കഷ്ടപ്പാടായി നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഈ ഞെലിപിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്തിൽ മഴ പെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എത്ര സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ആവശ്യമായ മഴ തരട്ടെ. ദുബായില്, ഒമാനില്, സൗദിയില് അള്ളാഹു താല കൊടുത്ത മഴ അത് പരീക്ഷണത്തിന്റെ മഴ പോലെ അവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന മഴയായിരുന്നു. നമുക്ക് അള്ളാഹു തരുന്ന മഴ കാരുണ്യത്തിന്റെ മഴയാക്കി തരട്ടെ. വിദേശ രാജ്യങ്ങളിൽ, GCC രാഷ്ട്രങ്ങളിൽ, നമ്മുടെ ഗൾഫ് മേഖലകളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു താല സമാധാനവും നഷ്ടപ്പെട്ടതിന് അള്ളാഹു താല പകരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ. പക്ഷെ ഞാൻ ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് കേരളത്തിൽ 2ഉം 3ഉം പ്രളയം ഉണ്ടായി. ആരുടെ സഹായമാ നമ്മളിലേക്ക് നീണ്ടത്? ഇവിടെ പള്ളികൾ ഉണ്ടാകണം, കോളേജുകൾ ഉണ്ടാകണം, മദ്രസകൾ ഉണ്ടാകണം. ഇവിടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം. ആരാ കൂടുതലും സഹായിക്കുന്നത്? പ്രവാസികൾ. ഇന്ന് അവർ അനുഭവിക്കുന്ന, അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആ മഴക്കെടുതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കയറ്റി അയക്കാനൊന്നും ഒരുപക്ഷെ കഴിയണമെന്നില്ല. സാമ്പത്തികമായി സഹായം ചെയ്യാൻ മാത്രം നമ്മൾ വലിയ സമ്പന്നരും അല്ല എന്നിരിക്കാം. പക്ഷേ ഒന്ന് പ്രാർത്ഥന കൊണ്ടെങ്കിലും ആ പാവപ്പെട്ട നമ്മുടെ ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മളെ കൈയൊഴിയാതെ നമ്മളെ ചേർത്തു പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട
പ്രവാസികളായ നമ്മുടെ ഗൾഫുകാര്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അവരെ നമുക്കൊന്ന് ചേർത്ത് നിർത്തണ്ടേ? ഒന്ന് പ്രാർത്ഥന കൊണ്ടെങ്കിലും എവിടെയും ആ പ്രാർത്ഥനകൾ മുഴങ്ങി കേൾക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. നമ്മൾ കരുതുന്നു മഴ അവസാനിച്ചു. ഇന്നിപ്പോ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ UAE-യില് അൽ ഐനിലൊക്കെ വലിയ മഴ പെയ്യുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവരുടെ നാടിനെയും നമ്മുടെ നാടിനെയും ഒക്കെ അള്ളാഹു താല എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, ആകാശത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ ഇറക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു സാമ്യതയില്ലേ? ഇപ്പൊ നമുക്ക് ചൂട് കഠിനമായി വെന്തുരുകി നമ്മൾ ഇരിക്കാൻ, മഴ ഒന്ന് കിട്ടിയെങ്കിലൊന്ന് കൊതിച്ചിരിക്കാൻ. ഇതുപോലെയായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലം. പച്ചയായി മനുഷ്യനെ കൊന്നുകൊണ്ടിരുന്നു. മദ്യത്തിനു വേണ്ടി അവർ മരിക്കുമായിരുന്നു. പെണ്ണിനു വേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു. യുദ്ധകൊതിയന്മാരായിരുന്നു. ആ അവസ്ഥയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങോട്ടിറങ്ങി. നമ്മൾ മഴ കാത്തിരിക്കുമ്പോ നമുക്ക് വരുന്ന മഴത്തുള്ളികൾ പോലെ വിശുദ്ധ ഖുർആൻ അവരിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ ഖുർആനെ സ്വീകരിക്കുന്ന മണ്ണാണ്. അതേ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ സ്വീകരിക്കുന്നത് പച്ചമണ്ണാണെങ്കിൽ, ഖുർആൻ എന്ന് പറയുന്ന ആ മഴയാകുന്ന അനുഗ്രഹം പോലെ നമുക്ക് പെയ്തിറങ്ങുന്ന വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കുന്ന മണ്ണായി നമ്മുടെ മണ്ണുകൾ മാറണം. നമ്മുടെ മണ്ണ് അങ്ങനെയായി മാറണം. പ്രിയപ്പെട്ടവരെ, ഖുർആനാകുന്ന മഴത്തുള്ളി സ്വീകരിക്കപ്പെടുന്ന ഭൂമിയാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയമെങ്കിൽ, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതമെങ്കിൽ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? ഏത് കോലത്തിലാണ് മഴയെപ്പോലുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥമാകുന്ന ഖുർആനിനെ എങ്ങനെയാ നമ്മൾ സ്വീകരിക്കേണ്ടതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ മഴ പെയ്യുമ്പോ 3 സൈസ് മണ്ണാണുള്ളത്. ഈ ലോകത്ത് 3 സൈസ് മണ്ണാണുള്ളത്. 4ാമതൊരു സൈസ് മണ്ണില്ല. 3 സൈസ് മണ്ണാ ഉള്ളത്. മഴ പെയ്യുമ്പോ ആ മഴവെള്ളത്തെ സ്വീകരിക്കുന്നത് 3 മണ്ണാണ്. നമ്മുടെ മണ്ണ് ഏതിൽ പെടുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോ? 1ാമത്തെ മണ്ണിന്റെ പേര് നഖിയത്ത് എന്നാണ്. ഇത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. നഖിയത്ത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, ദാ ഒരു മാവ് നിൽക്കുന്നു. മാവ് പൂത്തു നിൽക്കുകയാണ്. എന്റെ ഇടതുഭാഗത്തൊരു തെങ്ങ് നിൽപ്പുണ്ട്. തേങ്ങ കുലച്ച് നിൽക്കുക. എന്റെ പുറകില് വാഴത്തോട്ടം. ആ വാഴ അതിന്റെ കൊല സമ്മാനിക്കാൻ വേണ്ടി കർഷകന് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടില് എന്ത് നട്ടാലും വെള്ളം, മഴത്തുള്ളി, മഴവെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഒരുപാട് സസ്യങ്ങളെ മുളപ്പിക്കും. തെങ്ങ് നട്ടാൽ തേങ്ങ തരും, വാഴ നട്ടാൽ കൊല തരും, പ്ലാവ് നട്ടാൽ ചക്ക തരും, മാവ് നട്ടാൽ മാങ്ങ തരും. അല്ലേ? എത്ര മനോഹരമാണ്! നമ്മൾ വ്യത്യസ്തമായി നടുന്ന ഫലങ്ങൾ, ആ സസ്യങ്ങൾ ഫലം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? മുകളിൽ നിന്ന് പെയ്യുന്ന മഴയാണ്. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ആകാശമാകുന്ന ഭർത്താവിന്റെ മഴത്തുള്ളിയാകുന്ന ബീജത്തുള്ളികൾ ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് വീഴുമ്പോ, لنخرج به حبا ونباتا وجنات ألفافا, സസ്യങ്ങളാകും മക്കളെ ഭൂമി പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഴവെള്ളമില്ലെങ്കിൽ എങ്ങനെയാണ് സസ്യങ്ങൾ മുളയ്ക്കുക? ഖുർആനാകുന്ന മഴത്തുള്ളി പോലത്തെ അനുഗ്രഹം അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ നഖിയത്ത് എന്ന നല്ല മണ്ണ് പോലത്തെ മണ്ണായി നമ്മൾ മാറണം. മനസ്സിലായില്ല? ഇവിടെ സസ്യങ്ങൾ മുളപ്പിക്കുന്നില്ലേ? അതുപോലെ ഖുർആൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം, നോമ്പ് പിടിക്കണം, നിസ്കരിക്കണം, അയൽക്കാരോട് ഇടപെടണം നല്ല നിലയിൽ, ഇതര സമുദായത്തിലെ പ്രവർത്തകരോട്, സഹോദരങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം, വാപ്പയോട് മര്യാദ കാണിക്കണം, ഉമ്മയോട് കരുണ കാണിക്കണം, ഭാര്യയോട് സ്നേഹം കാണിക്കണം, മക്കളോട് അനുകമ്പ കാണിക്കണം, മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം, പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റണം, രോഗികൾക്ക് കാശ് കൊടുത്തിട്ട്
സഹായം നൽകണം. കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളുള്ളവർക്ക് ഒരു കൈ സഹായം നമ്മൾ ചെയ്യണം. ഇതാണ് ഖുർആനാകുന്ന മഴ പെയ്യുമ്പോ നല്ല മണ്ണാകുന്ന നമ്മളിൽ നിന്ന് ഫലപുഷ്ടിയുള്ള സസ്യങ്ങൾ മുളയ്ക്കുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇനി രണ്ടാമതൊരു മണ്ണുണ്ട്. ആ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ മണ്ണിന്റെ പേര് അജാദിബ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അജാദിബ്. എന്താ അജാദിബ് എന്ന് പറഞ്ഞാൽ? പാറക്കൂട്ടങ്ങളാണ്, പാറക്കൂട്ടങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറച്ചു നിൽക്കുന്ന പാറകളെ പോലെയാണ് ചില മണ്ണ്. ആ മണ്ണിന്റെ പ്രത്യേകത എന്താണ്? വാഴ നട്ടാ വാഴ മുളക്കില്ല, തെങ്ങും തൈ വെച്ചാ തെങ്ങ് വരെ മുളക്കില്ല. ഒരിക്കൽ പോലും പ്ലാവോ മാവോ അവിടെ നമുക്ക് ഒരിക്കലും നട്ടുപിടിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? പാറക്കെട്ടുകളാണ്. പാറയിൽ ഒരിക്കലും സസ്യം നടാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്താണ് ആ മണ്ണിന്റെ അല്ലെങ്കിൽ പാറകളുടെ പ്രത്യേകത എന്നറിയോ? ആകാശമാകുന്ന മേഘത്തുള്ളികൾ, ആകാശമാകുന്ന ഈ മഴത്തുള്ളികൾ, പ്രിയപ്പെട്ടവരെ, ഈ മഴത്തുള്ളികൾ പെയ്തിറങ്ങുമ്പോ ആ വെള്ളത്തെ ശേഖരിച്ച് നിർത്തിയിട്ട് ഈ പർവ്വതങ്ങളിലെ പാറക്കൂട്ടങ്ങളിലെ മുകളിൽ ഭാഗത്ത് വെള്ളം ഇങ്ങനെ ശേഖരിച്ച് കെട്ടി നിർത്തുകയാ. ആളുകൾ വന്ന് കോരിക്കൊണ്ടുപോകുന്നു, അവര് കുടിക്കുന്നു, കുളിക്കുന്നു, മൃഗങ്ങളെ കുളിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു. അവര് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സസ്യങ്ങൾ കൊഴിച്ചു കൊടുത്തിട്ട് അവര് മുളപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിന്റെ പ്രത്യേകത അതാണ് അജാദിബ് എന്ന് പറഞ്ഞാൽ. പാറക്കൂട്ടങ്ങളാണ്. അവിടെ നിന്ന് ഒരു സസ്യവും മുളയ്ക്കുന്നില്ല. പക്ഷേ അവിടെ വീണ വെള്ളം കൊണ്ട് മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നു. എന്നെ പോലുള്ള പ്രസംഗികരെ പറ്റിയായിരിക്കാം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഖുർആൻ പഠിച്ചിട്ട് അമല് ചെയ്യുന്നില്ല. പിന്നെയോ പ്രസംഗിക്കാൻ അറിയാം. ഞാൻ ഖുർആനെ പറ്റി നിങ്ങളോട് പ്രസംഗിക്കുന്നു. നിങ്ങളിൽ പലരും അത് കോരി എടുത്തുകൊണ്ടുപോയി അമല് ചെയ്യുന്നു. എന്നിൽ നിന്ന് ഒരു സസ്യം മുളയ്ക്കുന്നില്ല. എന്നാൽ എന്റെ പുറത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം കോരിക്കൊണ്ടുപോയി നിങ്ങളെ മൃഗങ്ങളെ കുടിപ്പിക്കുന്നത് പോലെ ഞാൻ പഠിച്ചത് അമല് ചെയ്യുന്നില്ല. ഒരുപക്ഷെ എന്റെ അറിവ് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ മണ്ണ്, അജാദിബ്. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആദ്യം പറഞ്ഞ വിഭാഗത്തിലേ ആകാവൂ.